ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ജെന്നിയച്ഛൻ, ജസ്റ്റിനച്ഛൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, പ്രിയമുള്ള വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. കാരണം ഞാൻ വന്നിട്ട് ഏതാണ്ട് 6 മാസത്തോളം ആവുന്നു ഈ ഇടവകയിലെ എല്ലാ വീടുകളും സന്ദർശിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അടയാളമായിട്ടുള്ള ഒരുപാട് സമാഗമങ്ങൾ പങ്കുചേരാനായിട്ടും ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ അതിൻ്റെ കൾമിനേഷൻ, അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണം എന്ന നിലയിലാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു ഇടവക ദിനം ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു കുടുംബം, നമുക്കറിയാവുന്നതുപോലെ ദൈവം വിളിച്ചേർത്ത കുടുംബമാണ് നമ്മുടെ ഈ ഇടവക. അതിൻ്റെ ചരിത്രം ഇപ്പോഴും നമ്മൾ കേട്ടു. ഏതാണ്ട് 1 നൂറ്റാണ്ടിന് മുമ്പ് ആരംഭിച്ച ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്ന് പരുവപ്പെട്ട ഒരു ഇടവക സമൂഹം 959 ഇടവകയാകപ്പെട്ടു. 1975 നിന്നുള്ള ഈ ദേവാലയം പണിതുയർത്തി. അത്ഭുതം തോന്നാറുണ്ട് ചില കാര്യങ്ങൾ. അന്നതാണ് 250-300 പേരുള്ള സമയത്ത് ഇത്രയേറെ വലിയൊരു ദേവാലയം വേണം എന്ന് ചിന്തിച്ച് ഇവിടെ ഇനിയും ജനങ്ങൾ വരും, കുടുംബങ്ങൾ വരും, അവർക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെന്നുള്ള ചിന്തയോടുകൂടി ഈ ദേവാലയത്തിൻ്റെ രൂപം കൊടുത്ത അന്നത്തെ നമ്മുടെ ഇടവകയുടെ നേതൃത്വത്തെ അത്ഭുതത്തോടും ആദരവോടും കൂടി മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളതാണ് ഇപ്പോഴും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും അനുഗ്രഹപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ ദേവാലയത്തിന് 50 വർഷം പഴക്കമുണ്ട് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 50 വർഷം ഈ ദേവാലയം നമ്മളെ ധന്യമാക്കിക്കൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട്, കൃപ ചൊരിഞ്ഞുകൊണ്ട് നമ്മോടുകൂടി ഉണ്ടായിരുന്നു, നമ്മൾ ഈ ദേവാലയത്തോടു കൂടി ആയിരുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ഒരു പ്രവാസിക്ക് ഒരു ദേവാലയത്തിൻ്റെ മനോഹാരിത ഓർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത്, ഏറ്റവും കൂടുതൽ ഗ്രഹാതുരത്വമുള്ളത്, ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ ഉള്ളത് വാസ്തവത്തിൽ പ്രവാസികൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ വന്നാൽ, ദേവാലയത്തിൽ വന്ന് അവിടെ സമയം ചെലവഴിക്കാനും ആ കൂട്ടായ്മയിൽ, ആ സൗഹൃദത്തിലും ബന്ധങ്ങളിലുമൊക്കെ ജീവിക്കുവാനായിട്ട് നമ്മുടെ സഹോദരങ്ങൾ, പ്രവാസികളായ സഹോദരങ്ങൾ ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഇവിടെ ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്യുന്നു. കാരണം അവരെ ഒരുമിച്ച് കൂട്ടിയ വലിയൊരു വാത്സല്യത്തിൻ്റെ ഉയർത്തപ്പെട്ട കരങ്ങളുടെ സാന്നിധ്യമാണ് ഈ ദേവാലയം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. ഈ 50 വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് വൈദികർ ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, കൈക്കാരന്മാരിവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, വിശ്വാസ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ ഇവിടെ ശുശ്രൂഷയും സേവനവും ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിസ്റ്റേഴ്സ് ഈ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാം സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കൂട്ടായ്മയും സാഹോദര്യവും സൗഹൃദവും എല്ലാം. അതുകൊണ്ട് തന്നെ കടന്നുപോയ ഈ ഇടവകയെ ധന്യമാക്കിയ, അനുഗ്രഹീതമാക്കിയ എല്ലാ പൂർവ്വസൂരികളുടെയും മുമ്പിൽ പ്രാർത്ഥനാപൂർവം കരങ്ങൾ കൂപ്പാനായിട്ടാണ് സാധിക്കുക. അവരുടെ സമർപ്പണത്തിന്, ത്യാഗത്തിന് ഒക്കെ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഞാൻ ഈ വീടുകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ കണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഏതാണ്ട് 50 വീടുകളിൽ വിശുദ്ധ കുർബാനയും കൊണ്ടുപോയി. അത് അത്രയും കിടപ്പ് രോഗികൾ നമ്മുടെ ഇടവകയിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8% വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാ വീടുകളിലും കാരണം സംലഭ്യമായ കണക്കനുസരിച്ച്, നമ്പരനുസരിച്ച് ഒരാളത് ഞാൻ വിളിച്ചു നോക്കി. ക്രിസ്മസ് കാലത്ത് എല്ലാവരും ഒന്ന് ഓർപ്പിക്കാനായിട്ട് പ്രാർത്ഥനയുടെ ഒരു കരുതലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചത്. 61 കുടുംബങ്ങളിൽ ഏകദേശം ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തികളുണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9% വീടുകളിൽ, നമ്മുടെ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 400-നടുത്ത് പ്രവാസികളുള്ള ഒരു ഇടവക സമൂഹം കൂടിയാണ് നമ്മുടേത്. 400-നടുത്ത് പ്രവാസികളുള്ള, വിവിധ ദേശങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമൊക്കെ കഴിയുന്ന വ്യക്തികളുള്ള ഒരു ഇടവക സമൂഹമാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ നമ്മൾ അനുസ്മരിക്കുന്ന രോഗികളുടെ എണ്ണവും താരതമ്യേന നമ്മുടെ ഇടയിൽ കൂടുതലാണ് എന്നുള്ളത്. പ്രവാസികളുടെ എണ്ണം കൂടുതൽ. CDSന്റെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ റിസർച്ച് അനുസരിച്ച് നമ്മുടെ 40% വീടുകളിൽ നിന്നാണ് ഒരാൾ വിദേശത്ത് പോയിരിക്കുന്നത് എങ്കിലും നമ്മുടെ ഏതാണ്ട് ഒരു 60-70% വീടുകളിൽ നിന്ന് വിദേശത്ത് ആളുണ്ട് എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത്. അത് ഒരു വിധത്തിൽ നമ്മുടെ ഇടവകയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വിധത്തിൽ അതിനെ ദുർബലമാക്കുകയും ചെയ്യുന്നുണ്ട്. യുവജനങ്ങളുടെ സാന്നിധ്യം താരതമ്യേന കുറയാനുള്ള കാരണം ഈ ഒരു യാത്ര പോകലാണ്. പ്രവാസികളായിട്ട് അല്ലെങ്കിൽ പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിട്ട് മറ്റ് ദേശങ്ങളിലേക്ക് പോകുക എന്നുള്ളത്. സ്വാഭാവികമായി
സമൂഹമാണ്. നമുക്കറിയാം, ഇങ്ങനെ പ്രവാസികളായിട്ട് കഴിഞ്ഞവരുടെ സമ്പാദ്യം കൊണ്ട് കഴിയുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ കേരള സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1,00,000 കോടി രൂപയാണ് കേരളത്തിൽ ഒരു വർഷം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വഴി വരുന്നത് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അതാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമ്പത്തിക അടിത്തറയ്ക്കുമൊക്കെ കാരണമാകുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഇൻഡസ്ട്രീസും അതോടൊപ്പം തന്നെ മറ്റ് തൊഴിൽ മേഖലകളുമൊക്കെ വളരെ കുറവാണ് എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു സമൂഹം എന്ന നിലയിൽ, ഈ ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട്. സംഘടനകളുടെ ശക്തമാണ്. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ യൂണിറ്റി കൊടമാടൂർ ഭവനിലെ ഏറ്റവും നല്ല യൂണിറ്റായിട്ട്, ഏറ്റവും പ്രൊമോട്ട് ചെയ്യേണ്ട ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ സമൂഹമായിട്ട് തീർന്നത്, അടയാളപ്പെടുത്തിയത്, അങ്ങനെ ഒരു സമ്മാനോ അവാർഡുമൊക്കെ കരസ്ഥമാക്കിയത് എന്നുള്ളത് ഓർക്കുകയും മറ്റു മേഖലകളിലെല്ലാം നമ്മുടെ സംഘടനകൾ ശക്തമാണ്. നമ്മുടെ സൺഡേ സ്കൂൾ മനോഹരമായിട്ടാണ് പോകുന്നത്. അതിലേക്ക് പിന്നിൽ സമർപ്പിതരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ, വിയർപ്പിന്റെ, വേദനയുടെയൊക്കെ ഫലമാണ് വാസ്തവത്തിൽ ഈ ഒരു ഇടവക സമൂഹം ഇത്രയേറെ സജീവവും സുദൃഢവുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സമൂഹമായിട്ട് തീർന്നത് എന്നുള്ളത് ഓർക്കുകയാണ്. ഞാൻ ഈ ഒരു സമാഗമത്തിലേക്ക്, ഈ ഒരു ഇതിന്റെ കുടുംബനാഥൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അഭിനന്ദീയ തോമസ് തറയിൽ പിതാവ്, അദ്ദേഹം ഇന്ന് എനിക്ക് തോന്നുന്നത് CME കാർഡ് ഏതാണ്ട് 15ഓളം പേർക്ക് തിരുപ്പട്ടം കൊടുത്ത കാലത്ത്, അതിനുശേഷം പിന്നെ കുറുമ്പനാടത്ത് ഏതോ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ ഒരു റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമാപന സന്ദേശം പിതാവിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഏതാണ്ട് ഒരു 3-4 പരിപാടിക്ക് ശേഷം, പ്രോഗ്രാമിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. യുവ സഹജമായ ചൊരിലൊരുക്കോടെ നമ്മുടെ അതിരൂപതയെ നയിക്കുന്ന, കൃത്യമായ ദിശാബോധത്തോട് നമ്മുടെ അതിരൂപതയെ നയിക്കുന്ന, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഇടപെടുന്ന അഭിവന്ദ പിതാവാണ് തോമസ് തറയിൽ പിതാവ്. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് മികവും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സൈക്കോളജിയിൽ, റിലീജിയസ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഒരു കോംപ്ലിമെന്റ് എന്ന നിലയിൽ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് പ്രോഗ്രാം ഏറ്റെടുക്കാറുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യവും കഴിവുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിനും അദ്ദേഹം പങ്കെടുക്കുവാനായിട്ട് വന്നിച്ചേരും. അദ്ദേഹം എത്തുന്ന സമയം നമുക്ക് കൃത്യമായിട്ടില്ല. അവിടുത്തെ ഈ റാലിയുടെ ചങ്ങനാശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് റാലി സംഘടിപ്പിക്കുന്നത്. അത് അതിൻ്റെ സമാപന ഭാഗത്ത് 5 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് എത്ര മണിക്ക് സമാപന സന്ദേശം കൊടുക്കുന്ന അഭിവന്യ പിതാവ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടേക്ക് വരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ അദ്ദേഹമാണ്. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പിതാവും തലവനുമായ, നമ്മുടെ അതിരൂപതയുടെ പിതാവും തലവനുമായ ഫാദർ കപ്പോ എന്ന് പറയുന്ന ആ രീതിയിലാണ് പിതാവും തലവനുമായ, നമ്മുടെ അതിരൂപത സമൂഹത്തിൻ്റെ പിതാവും തലവനുമായ അഭിവന്യ പിതാവ് അദ്ദേഹം ഇവിടെ സന്നിഹിതനല്ലെങ്കിലും അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്, സ്നേഹത്തിലുണ്ട് എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ആശംസകൾ നേരാൻ ഇവിടെ ദീർഘകാല വികാരിയായിരിക്കുകയും ഒരുപാട് ഇനിഷ്യേറ്റീവ്സോടുകൂടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് കളരിക്കൽ അച്ഛനാണ്. അദ്ദേഹവും ഈ നേരത്തെ എത്തിച്ചേരുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ആശംസകൾ നേരുന്ന നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ബേബിച്ചൻ മുകളിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ പ്രേം ജോസ് കൂരമറ്റമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിരൂപതയിൽ മാതൃവേദിയുടെ നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ റോസമ്മ സോണി ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മറുപടി പ്രസംഗം നൽകുന്ന അനിലുക്കോസ് കാര്യക്കടയുണ്ട്. അങ്ങനെ ഇവിടെ സംസാരിക്കുന്ന, നന്ദി പ്രകാശിപ്പിക്കുന്ന ഷാജി മുതലേ നമ്മുടെ ട്രസ്റ്റിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈക്കാരനുണ്ട്. ഇവരെല്ലാം ഇവിടെ സന്ദേശങ്ങൾ നൽകാനും ആശംസകൾ നേരുവാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നവരാണ്. അവരെല്ലാവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ ഒരുപാട് കലാപരിപാടികളുണ്ട്. നമുക്ക് കലാകാരന്മാർക്ക് സമൃദ്ധിയുള്ള ഒരു ഇടമാണ് മുടിയൂർക്കര എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുകയും, നമുക്ക് പല സമ്മേളനങ്ങളുണ്ട്. ഈ സമ്മേളനമുണ്ട്. ഇനി നമുക്ക് 31-ാം തീയതി ഒരുപാട് വേദികളുണ്ട്. വേദികൾ സമൃദ്ധമാകുമ്പോഴാണ് നമ്മുടെ കലാകാരന്മാർ വളരാനായിട്ടുള്ള ഇടങ്ങൾ കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ വലിയ സമൂഹമായിട്ട് തീരുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും മാർഗംകളി അവതരിപ്പിക്കാനുണ്ട്. തിരുവാര സംഘത്തിൻ്റെ ആക്ഷൻ സോങ്ങിൻ്റെ കോൽകളി നമ്മുടെ മാതൃവേദിയുടെ ഭാഗമായിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഡാൻസും മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ കുറച്ചേറെ പേരെ ആദരിക്കുന്നുണ്ട്. ഒന്നാം വിവാഹത്തിൻ്റെ 25-50 വർഷങ്ങൾ ആഘോഷിക്കുന്നവരെ നമ്മൾ ആദരിക്കുന്നു. അത് അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നതാണ്. നമ്മൾ അവരോട് കൂടെയുണ്ട്, അവരുടെ സന്തോഷത്തിൽ നിന്നുള്ളതാണ് നമ്മൾ അതുവഴി നമ്മളെ ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ അംഗങ്ങളായിട്ട് 5 പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അവരെ നമ്മൾ ആദരിക്കുന്നു. കാരണം അവരുടെ വിജയത്തിൽ നമുക്ക് സന്തോഷമുണ്ട് എന്നുള്ളത് പറയാനും അവരുടെ ഇനിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പിന്തുണയുണ്ട്, പ്രോത്സാഹനമുണ്ട് എന്ന് ഓർപ്പിക്കാനും വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നമ്മളെ ഇവിടെ അവരെ വിളിച്ചു കൂട്ടുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൂടാതെ സ്റ്റേറ്റ് ലെവലിൽ ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും മികവുകൾ പുലർത്തിയ കുറച്ച് പേര് നമ്മളുണ്ട്. അവരെ നമ്മൾ ആദരിക്കുന്നു. അതുകൂടാതെ നമ്മൾ 3 പേരെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നുണ്ട്. അവരുടെ ഇടപെടലുകൾ ഒരു സാമൂഹിക വളർച്ചയ്ക്ക് നമുക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത്, അവരുടെ പ്രവർത്തന മേഖല നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് എന്നുള്ളതും കൊണ്ടാണ് നമ്മൾ അവരെ ഈ ഒരു സമ്മേളനത്തിൽ ആദരിക്കുന്നത്. അവർ വിവിധ സാമൂഹ്യ മേഖലകളിൽ ഇടപെടുന്നവരാണ്. ആ ഇടപെടലുകൾ നമ്മുടെ ഇടവക സമൂഹത്തിന് വലിയ ശക്തിയാണ് എന്ന് ഓർപ്പിക്കാനായിട്ട് അത് ഇതുപോലെയുള്ള മേഖലകളിൽ സജീവമായിട്ട് ഇടപെടാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുമെന്ന് കരുതിക്കൊണ്ടാണ് അവരെ നമ്മൾ പ്രത്യേകമായിട്ട് ആദരിക്കുന്നത്. അങ്ങനെ വന്നു ചേർന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ 6 കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചെയ്ത സിസ്റ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സായാഹ്നം അനുഗ്രഹീതമാക്കാൻ നമ്മളൊന്നാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹവും സാഹോദര്യവും സൗഹൃദവും മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ ദേവാലയം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്, അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഞങ്ങളുടെ ജീവനും ജീവിതവും എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും സന്നിഹിതരായിരിക്കുന്നത്. ഈ ദേവാലയം നമ്മുടെ ഹൃദയമാണ്, ജീവനാണ്, പ്രാണനാണ്. അതുകൊണ്ട് തന്നെ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തന മേഖലകളും നമ്മുടെ ജീവന്റെയും പ്രാണന്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയോടുകൂടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.